ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഒരു ക്രിസ്മസ് അവധിക്കാലത്ത് വെറുതെ ഒരു ഹോബിക്കു വേണ്ടി തുടങ്ങിയ ഒരു പ്രോജക്റ്റ് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും പോപ്പുലറായ പ്രോഗ്രാമിംഗ് ഭാഷകളിൽ ഒന്നായി മാറിയിരിക്കുന്നു. അതെ, നമ്മൾ സംസാരിക്കുന്നത് പൈത്തണിനെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഈ ഒരു ചെറിയ തുടക്കത്തിൽ നിന്ന് പൈത്തൺ ഇത്രയും വലുതായത്? ആ കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ശരിക്കും നിങ്ങൾ കേട്ടത് കറക്റ്റാണ്. ഭൂമിയിൽ മാത്രമല്ല, അങ്ങ് ചൊവ്വയിൽ വരെ പൈത്തൺ എത്തിയിട്ടുണ്ട്. ഒന്നാലോചിച്ചു നോക്കി, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഇതിലും വലിയൊരു റീച്ച് കിട്ടാനുണ്ടോ? ഇല്ലെന്ന് തന്നെ പറയാമല്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. എങ്ങനെ ഒരാളുടെ വെറുമൊരു ഹോളിഡേ പ്രോജക്റ്റ്, ഒരു ചെറിയ ഹോബി, അതെങ്ങനെയാണ് അന്ന് ചൊവ്വ വരെ എത്തിയത്? ആ ഒരു യാത്രയാണ് നമ്മളിന്ന് ചുരുളഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് പോകാം. സമയം 1980-കൾ. അന്നത്തെ കമ്പ്യൂട്ടറുകളെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ലളിതമൊന്നുമല്ല, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതിനുവേണ്ടി കോഡ് എഴുതുന്നത് അതിനേക്കാളും വലിയ തലവേദനയും. അതായത് ശരിക്കും ഈ രംഗത്തുള്ള വിദഗ്ധർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ആ ഒരു സമയത്താണ് ഒരു മാറ്റം വേണം എന്ന ചിന്ത വരുന്നത്. അന്നത്തെ ഒരു ഫിലോസഫി എന്തായിരുന്നു എന്ന് വെച്ചാൽ, കമ്പ്യൂട്ടറുകൾ ഭയങ്കര എക്സ്പെൻസീവാണ്, പക്ഷേ പ്രോഗ്രാമർമാരുടെ സമയം അത്ര വിലപിടിച്ചതല്ല. അതുകൊണ്ട് മെഷീനിന് എളുപ്പമാക്കാൻ വേണ്ടി പ്രോഗ്രാമർമാർ എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലെന്നായിരുന്നു ചിന്ത. ഭാഷകളൊക്കെ ഉണ്ടാക്കിയിരുന്നത് മെഷീനു വേണ്ടിയായിരുന്നു, മനുഷ്യർക്ക് വേണ്ടിയല്ല. എന്നാൽ ഇതിന് നേരെ വിപരീതമായൊരു ചിന്ത വന്നു. പ്രോഗ്രാമറുടെ സമയമാണ് ഏറ്റവും വിലപ്പെട്ടത്. കോഡ് എഴുതുന്നത് മെഷീനു വേണ്ടി മാത്രമല്ല, അത് വായിക്കുന്ന മറ്റു മനുഷ്യർക്കും എളുപ്പമാവണം. ഈ ഒരു ചിന്ത, അതായിരുന്നു ശരിക്കും ഒരു വിപ്ലവം. ഇവിടെയാണ് നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രം വരുന്നത്, ഗൈഡോ വാൻ റോസം. അദ്ദേഹം അന്ന് ABC എന്നു പേരുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ആളുകളെ പ്രോഗ്രാമിംഗ് പഠിപ്പിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ലാംഗ്വേജ് ഉണ്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ ആ പ്രോജക്റ്റ് അത്ര വിജയമായില്ല, അതൊരു പരാജയമായിരുന്നു. പക്ഷേ ആ പരാജയത്തിൽ നിന്നാണ് ശരിക്കും പൈത്തൺ എന്ന ആശയത്തിന്റെ തുടക്കം. പിന്നീടൊരു ക്രിസ്മസ് ഹോളിഡേ സമയത്ത് ഗൈഡോ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിനൊരു ഐഡിയ തോന്നുന്നത്. എന്തുകൊണ്ട് ആ ABC പ്രോജക്റ്റിലെ നല്ല കാര്യങ്ങൾ മാത്രം എടുത്തുകൂടാ? അതിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി, എന്നിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ചില ഫീച്ചറുകൾ കൂടി ചേർത്താലോ? അതായത് C പോലെ ഭയങ്കര കോംപ്ലിക്കേറ്റഡുമല്ലാത്ത, പേൾ പോലെ കൺഫ്യൂസിംഗുമല്ലാത്ത ഒരു പുതിയ ഭാഷ. പിന്നെ രസകരമായൊരു പേരും കൊടുത്തു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കോമഡി ഗ്രൂപ്പായ മോണ്ടി പൈത്തന്റെ പേര്. അങ്ങനെയാണ് പൈത്തൺ ജനിക്കുന്നത്. അപ്പോൾ പൈത്തൺ ഉണ്ടാക്കി അതിന്റെ ആദ്യത്തെ ഡെമോ കാണിക്കാൻ പോയപ്പോൾ ഒരു രസകരമായ കാര്യമുണ്ടായി. ഗൈഡോയുടെ പഴയ ബോസ് ലാംബർട്ട് മീറ്റൻസ് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു ചെറിയ കോഡ് ടൈപ്പ് ചെയ്ത് കാണിച്ചു. അതോടെ സംഭവം ക്രാഷായി. ആദ്യത്തെ ഡെമോയിൽ തന്നെ ഒരു ബഗ്. പക്ഷെ ഗൈഡോയ്ക്ക് അറിയാമായിരുന്നു അത് സംഭവിക്കുമെന്ന്. ആ ഒരു ആദ്യത്തെ ടെസ്റ്റ്, ആ ഒരു തിരിച്ചടി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമായിരുന്നു. ഇനി അടുത്ത ചോദ്യം, ഗൈഡോയുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിലിരുന്ന് ഈ പ്രൊജക്റ്റ് എങ്ങനെ ലോകം മുഴുവൻ അറിഞ്ഞു? അവിടെയാണ് യൂസ്നെറ്റിന്റെ റോൾ വരുന്നത്. ഇന്നത്തെ റെഡിറ്റ് പോലെയുള്ള ഒരു പഴയകാല ഇന്റർനെറ്റ് ഫോറമാണത്. അവിടെയാണ് ഗൈഡോ ആദ്യമായി പൈത്തണിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്യുന്നത്. പതിയെ പതിയെ അവിടെ നിന്നാണ് പൈത്തണിന് ചുറ്റും ഒരു കമ്മ്യൂണിറ്റി, ഒരു സമൂഹം തന്നെ രൂപപ്പെടാൻ തുടങ്ങിയത്. ഇന്ന് നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ എന്താണ് വേണ്ടത്? ഒരു ക്ലിക്ക്, അല്ലേ? എന്നാൽ 1991 അതായിരുന്നില്ല അവസ്ഥ. അതൊരു വലിയ പ്രോസസ്സായിരുന്നു. ഗൈഡോക്ക് പൈത്തണിന്റെ സോഴ്സ് കോഡ് ഒരു ഫയലാക്കി അതിനെ കംപ്രസ് ചെയ്ത് പിന്നെ യൂസ്നെറ്റിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിനെ 21 കഷണങ്ങളായി മുറിക്കേണ്ടി വന്നു. എന്നിട്ട് ഓരോ കഷണവും ഓരോ പോസ്റ്റായിടണം. ഇത് ഡൗൺലോഡ് ചെയ്യുന്നയാൾ ഈ 21 കഷണങ്ങളും ഡൗൺലോഡ് ചെയ്ത് തിരിച്ച് ഒന്നിച്ചാക്കണം. ഒന്ന് ആലോചിച്ചു നോക്കൂ, അത്രയും കഷ്ടപ്പെടാൻ തയ്യാറായി മുന്നോട്ട് വന്ന ആ ആദ്യത്തെ യൂസർമാരുടെ ആവേശം എത്ര വലുതായിരിക്കും. അങ്ങനെ ആ കമ്മ്യൂണിറ്റി പതിയെ വളർന്നു. 1994 വെറും 20 പേര് പങ്കെടുത്ത ഒരു ചെറിയ വർക്ക്ഷോപ്പിൽ നിന്നായിരുന്നു തുടക്കം. ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഗൈഡോയെ ഒരു കമ്പനി പൈത്തണിൽ തന്നെ ഫുൾ ടൈം ജോലി ചെയ്യാൻ വേണ്ടി ഹയർ ചെയ്തു. 2000-ൽ പൈത്തണിന്റെ ഭാവിയും ലൈസൻസുമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി പൈത്തൺ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ അഥവാ PSF രൂപീകരിച്ചു. പിന്നെ ലോകമെമ്പാടുമുള്ള പൈത്തൺ ഡെവലപ്പർമാർക്ക് ഒരുമിച്ച് കൂടാനായി പൈക്കോൺ എന്ന കോൺഫറൻസും തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ഒരു ചെറിയ കൂട്ടായ്മയിൽ നിന്ന് അതൊരു വലിയ ആഗോള പ്രസ്ഥാനമായി മാറുകയായിരുന്നു. പക്ഷേ ഏതൊരു വലിയ കഥയിലെയും പോലെ ഇവിടെയും ഒരു വലിയ പ്രതിസന്ധി ഘട്ടം വന്നു. പൈത്തണിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി, പൈത്തൺ 2-ൽ നിന്ന് പൈത്തൺ 3-ലേക്കുള്ള മാറ്റം. അതൊരു സാധാരണ അപ്ഡേറ്റ് ആയിരുന്നില്ല, അതൊരു വലിയ വിഭജനം തന്നെയായിരുന്നു. എന്തായിരുന്നു പ്രശ്നം? പൈത്തൺ 2-ൽ ഡിസൈൻ ലെവലിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ടെക്സ്റ്റും ഡേറ്റയും കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ചില കൺഫ്യൂഷനുകളുണ്ടായിരുന്നു. മലയാളം പോലുള്ള ഭാഷകൾ ഉപയോഗിക്കുമ്പോൾ എളുപ്പത്തിൽ എറർ വരുമായിരുന്നു. ഇതൊക്കെ പരിഹരിക്കാനാണ് പൈത്തൺ 3 ഉണ്ടാക്കിയത്.
പക്ഷേ അതിനുവേണ്ടി അവർ ചില അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തി. ഉദാഹരണത്തിന്, പണ്ട് പ്രിന്റ് ഹെലോ എന്നെഴുതിയാൽ മതിയായിരുന്നു. പൈത്തൺ 3ൽ അത് പ്രിന്റ് ഹെലോ എന്നാക്കി. ഇതൊരു ചെറിയ മാറ്റമായി തോന്നാം, പക്ഷേ ഇത് കാരണം പഴയ പൈത്തൺ 2ൽ എഴുതിയ ഒരു കോഡും പൈത്തൺ 3ൽ ഓടില്ലെന്ന അവസ്ഥയായി. എല്ലാം ബ്രേക്കായി. ഈ മാറ്റം 1-2 വർഷം കൊണ്ട് എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് കരുതിയത്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. റിലീസ് ചെയ്ത് 3 വർഷം കഴിഞ്ഞിട്ടും വെറും 5% പേരെ മാറിയുള്ളൂ. 8 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പകുതിയായി. അവസാനം 2020ൽ പൈത്തൺ 2നുള്ള സപ്പോർട്ട് നിർത്തുന്നതുവരെ ഈ മാറ്റം പൂർത്തിയായില്ല. അതായത് 10 വർഷത്തിലധികം ഈയൊരു പ്രശ്നം നീണ്ടുനിന്നു. കമ്മ്യൂണിറ്റി ശരിക്കും രണ്ടായി വിഭജിക്കപ്പെട്ടു. പൈത്തൺ 2 ഉപയോഗിക്കുന്നവരും പൈത്തൺ 3 ഉപയോഗിക്കുന്നവരും. ഇത് ഭാഷയുടെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്തു. അങ്ങനെ വർഷങ്ങളോളം ആളുകൾ മാറാൻ മടിച്ചുനിന്ന ആ സമയത്ത് ഒരു വലിയ വഴിതിരിവുണ്ടായി. 2017 ഇൻസ്റ്റഗ്രാമിന്റെ എഞ്ചിനീയറിംഗ് ടീം ഒരു പ്രഖ്യാപനം നടത്തി. ഞങ്ങൾ പൂർണ്ണമായും പൈത്തൺ 3ലേക്ക് മാറിയെന്ന്. ഇതൊരു ചെറിയ കാര്യമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ആപ്പുകളിലൊന്നാണ് ഇൻസ്റ്റഗ്രാം. അവർക്കിത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മറ്റുള്ളവർക്കും സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം അതോടെ എല്ലാവർക്കും കിട്ടി. അതായിരുന്നു ശരിക്കും ടേണിംഗ് പോയിന്റ്. അങ്ങനെ ആ വലിയ വിഭജനത്തെയും അതിജീവിച്ച് പൈത്തൺ ഒറ്റക്കെട്ടായി മുന്നോട്ടുപോയി. പക്ഷെ പൈത്തൺ കമ്മ്യൂണിറ്റി പോലും അറിഞ്ഞിരുന്നില്ല അവർ ശരിക്കും തയ്യാറെടുക്കുന്നത് അടുത്ത വലിയ ടെക്നോളജി വിപ്ലവത്തിനു വേണ്ടിയായിരുന്നുവെന്ന്. അതെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിനു വേണ്ടി. അപ്പോൾ എന്തുകൊണ്ടാണ് AI-ക്ക് വേണ്ടി എല്ലാവരും പൈത്തൺ ഉപയോഗിക്കാൻ തുടങ്ങിയത്? അതിന്റെ പ്രധാന കാരണം പൈത്തണിൽ കിട്ടിയ ചില സൂപ്പർ പവറുകളാണ്. അതായത് നംപായ്, പാൻഡാസ്, സൈപ്പായ്, ടെൻസർഫ്ലോ, പൈടോർച്ച് പോലെയുള്ള ലൈബ്രറികൾ. വലിയ കണക്കുകൂട്ടലുകൾക്കും ഡേറ്റ അനാലിസിസിനും മെഷീൻ ലേണിംഗിനും ഒക്കെ വേണ്ട റെഡിമെയ്ഡ് ടൂൾസാണിത്. ഇത് വന്നതോടെ സയന്റിസ്റ്റുകൾക്കും AI ഗവേഷകർക്കും വളരെ എളുപ്പത്തിൽ അവരുടെ ജോലികൾ ചെയ്യാൻ പറ്റി. അങ്ങനെ പൈത്തൺ അറിയാതെ തന്നെ AI-യുടെ ഔദ്യോഗിക ഭാഷയായി മാറി. പൈത്തൺ എത്രത്തോളം ശക്തമാണെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. ഡ്രോപ്പ് ബോക്സ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഫയൽ സ്റ്റോറേജ് സർവീസ്. അവരുടെ സെർവറുകളിലെ 50 ലക്ഷത്തിലധികം ലൈൻസ് കോഡാണ് പൈത്തൺ 3ലേക്ക് മാറ്റിയത്. ഇതൊരു ചെറിയ കാര്യമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ സിസ്റ്റങ്ങളിൽ പോലും പൈത്തണിനെ എത്രത്തോളം വിശ്വസിച്ചുപയോഗിക്കാമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. അങ്ങനെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് പൈത്തൺ അതിൻ്റെ സുവർണ കാലഘട്ടത്തിൽ നിൽക്കുകയാണ്. പക്ഷെ കഥയെവിടെ തീരുന്നില്ല. ഇനിയാണ് ക്ലൈമാക്സ്. ഒരൊറ്റ പുതിയ ഫീച്ചറിനെ ചൊല്ലിയുണ്ടായൊരു തർക്കം, അത് പൈത്തണിൻ്റെ ഭരണരീതിയെ തന്നെ മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു. പ്രശ്നക്കാരനായ ആ ഫീച്ചറിന്റെ പേരാണ് വാൾറസ് ഓപ്പറേറ്റർ. ഒരു കോളനും ഈക്വൽ ടു സൈനും ചേർന്ന ഒരു ചിഹ്നം. V = ഇങ്ങനെ. കോഡ് എഴുതുമ്പോൾ ചിലയിടത്ത് ഒരു ലൈൻ കുറയ്ക്കാൻ ഇത് സഹായിക്കും. അത്രയുള്ളൂ. പക്ഷെ സംഭവം അതല്ല. ഒരുപാട് പേർക്ക് ഇത് പൈത്തണിന്റെ അടിസ്ഥാന ആശയമായ റീഡബിലിറ്റി അല്ലെങ്കിൽ വായിക്കാനുള്ള എളുപ്പത്തിന് എതിരാണെന്ന് തോന്നി. അതായത് ഒരു ചെറിയ ചിഹ്നം പൈത്തണിന്റെ ആത്മാവിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടു. ഇവിടെയാണ് നമ്മൾ ഗൈഡോയുടെ റോളിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഏകദേശം 30 വർഷത്തോളം പൈത്തൺ കമ്മ്യൂണിറ്റിയിൽ അദ്ദേഹത്തിനൊരു സ്ഥാനപ്പേരുണ്ടായിരുന്നു. ബെനവലന്റ് ഡിക്റ്റേറ്റർ ഫോർ ലൈഫ്, അതായത് BDFL. സ്നേഹമുള്ള ഏകാധിപതി എന്നൊക്കെ പറയാം. കമ്മ്യൂണിറ്റിയിൽ എന്ത് വലിയ തർക്കമുണ്ടായാലും അവസാനത്തെ തീരുമാനം ഗൈഡോയുടേതായിരുന്നു. എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സ്ഥാനമാണ് ഈയൊരു തർക്കത്തെ തുടർന്ന് അദ്ദേഹം ഒഴിയാൻ തീരുമാനിച്ചത്. ഈ വാൾറസ് ഓപ്പറേറ്ററിന് വേണ്ടിയുള്ള ചർച്ചകൾ വളരെ രൂക്ഷമായി. ഗൈഡോയുടെ തീരുമാനത്തെ ഒരുപാട് പേർ പരസ്യമായി എതിർത്തു. അവസാനം ആ പോരാട്ടത്തിൽ മടുത്ത അദ്ദേഹം ഒരു ഇമെയിൽ അയച്ചു. അതിലിങ്ങനെ പറയുന്നു: ഒരു തീരുമാനത്തിനു വേണ്ടി ഇത്രയധികം കഷ്ടപ്പെടാനും എൻ്റെ തീരുമാനങ്ങളെ ഇത്രയധികം പേർ വെറുക്കുന്നത് കാണാനും ഞാനിനി ആഗ്രഹിക്കുന്നില്ല. ഞാൻ BDFL സ്ഥാനത്ത് നിന്ന് എന്നേക്കുമായി ഒരു അവധി എടുക്കുകയാണ്. അത് ശരിക്കും ഞെട്ടിക്കുന്നൊരു വാർത്തയായിരുന്നു. ഏകദേശം 30 വർഷം പൈത്തണിനെ നയിച്ചയാൾ ആ നിമിഷം അതിൻ്റെ നിയന്ത്രണം കമ്മ്യൂണിറ്റിയെ ഏൽപ്പിച്ച് പടിയിറങ്ങി. അങ്ങനെ അതിൻ്റെ സൃഷ്ടാവ് തന്നെ കളി മതിയാക്കി പോയിരിക്കുന്നു. പൈത്തൻ്റെ കഥ ഇതോടെ ഒരു പുതിയ ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. ഒരു ഭാഷയുണ്ടാക്കിയ ആൾ തന്നെ പിന്മാറുമ്പോൾ ഒരു സമൂഹം മാത്രമായി, ഒരു ലീഡർ ഇല്ലാതെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? പൈത്തൻ്റെ ഭാവി ഇനി എങ്ങനെയായിരിക്കും? അത് നമുക്ക് കാത്തിരുന്ന് കാണാം.